നമസ്കാരം VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ PA മാധവൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ PA മാധവൻ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ DCC പ്രസിഡന്റ് എന്ന നിലയിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നൂറുകണക്കിന് പേർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിലാണ് സംസ്കാരം. ഭാരതപ്പുഴയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം മണൽക്കടത്ത് വ്യാപകമാകുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ പുഴമണലും ടിപ്പറും ലോറിയും പിടിച്ചെടുത്തു. പോലീസിന്റെ വരവ് മനസ്സിലായതോടെ ഡ്രൈവറും സഹായിയും വാഹനം ഉപേക്ഷിച്ച് പുഴയിലേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. പ്രതികൾക്കായി പോലീസ് സ്ഥലത്ത് വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും പിടികൂടാനായില്ല. സെൻട്രൽ GST കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ ചെറുതുരുത്തിയിൽ കണ്ടെത്തി. ഉത്തർപ്രദേശ് ആഗ്ര മൽപൂര കല്യാൺ സിംഗിൻ്റെ മകൻ 32 വയസ്സുള്ള രൂപേന്ദ്ര സിംഗാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വള്ളത്തോൾ നഗർ റെയിൽവേ പാലത്തിന് സമീപത്തായി ഇരട്ടക്കുളം റെയിൽവേ പാളത്തിലാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. മുള്ളൂർക്കരയിൽ ഡ്രൈവർ നിയമനത്തെ ചൊല്ലി തർക്കം. LDF അംഗങ്ങൾ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ചു. യോഗത്തിൽ നിന്നും പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങിപ്പോവുകയും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു.